പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് ദോശയാണ്. സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായി ടേസ്റ്റിയായ ഒരു ഗോതമ്പ് ദോശയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറിയുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെക്കാം. അത് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ചെടുക്കുക. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇത് പോരാ, ഇനി ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ആകെ 3/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് റെഡി ആയിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തതാണ്, ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം ഒന്ന് വഴറ്റണ്ട, ഒന്നങ്ങോട്ട് ആയി കിട്ടിയാൽ മതി. കാ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ചെറു ചൂടിൽ വെച്ചിട്ട് തന്നെ തേങ്ങ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാനൊരു പാന് ചൂടാക്കി അതിലേക്ക് 1.5 കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പരത്തി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം, അല്ലാഞ്ഞാൽ വേവാനൊരു നീക്കാരം. പാകത്തിന് വേവാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ എണ്ണ തേച്ച് കൊടുക്കുക. കുറച്ച് എണ്ണ അരികിലൂടെയൊക്കെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വേവിക്കുക. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദോശയാണ്. കഴിക്കാനും ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.